ഹായ് എവ്രി വൺ, വെൽക്കം ടു ഇറ മാത്സ് ക്ലാസ്. എല്ലാവർക്കും ഇറ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സർക്കിൾസ് ഉള്ള ചാപ്റ്ററിലെ തേർഡ് ടോപ്പിക്കാണ് സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ. ഇപ്പം എന്താണ് സർക്കിൾ, എന്താണ് ക്വാഡ്രിലാറ്ററൽ എന്നൊക്കെ അറിയാം. ഇപ്പോൾ ഇവിടെ 3 പോയിന്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. If all the vertices of a quadrilateral lie on a circle, it is called cyclic quadrilateral. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ പോയിന്റ്സും എല്ലാ വേർട്ടീസസും സർക്കിളിലാണെങ്കിൽ നമ്മൾ ആ ക്വാഡ്രിലാറ്ററലിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇപ്പോൾ ഇവിടെ എ ബി സി ഡി ഇതെല്ലാം സർക്കിളിലുള്ള പോയിന്റ്സ് ആണ്. ദസ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. Second point, the sum of the opposite angles of cyclic quadrilateral is 180 degree. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും, 180 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അതിനൊരു പേര് വിളിക്കുമല്ലോ, എന്താ, സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയും അല്ലേ. If all the vertices of a quadrilateral are on a circle, then its opposite angles are supplementary. എന്താ, എല്ലാ വേർട്ടീസസും ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ വേർട്ടീസസും സർക്കിളിലാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾസിന് എന്താ പറയുക, ആ സപ്ലിമെൻ്ററി, ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി എന്നാണ് പറയുക. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പറയും ദേ ആർ സപ്ലിമെൻ്ററി. സോ ഫസ്റ്റ് തിയറം, if the opposite angles of a quadrilateral are supplementary, then we can draw a circle that passes through all the 4 vertices of a quadrilateral. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെങ്കിൽ നമുക്ക് എന്ത് വരയ്ക്കാം, ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. എങ്ങനെ, ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 സൈഡിലൂടെ 4 വേർട്ടെക്സിൽ ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർക്കിൾ വരയ്ക്കാൻ പറ്റും എന്നാണ് ഫസ്റ്റ് തിയറി പറയുന്നത്. ഇനി പറഞ്ഞു, ഇപ്പം 4 പോയിന്റ്സും സർക്കിളിലാണെങ്കിൽ നമ്മൾ ആ ക്വാഡ്രിലാറ്ററലിനെ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇനി ഒരു പോയിന്റ് സർക്കിളിൻ്റെ ഉള്ളിലും ഒരു പോയിന്റ് സർക്കിളിൻ്റെ പുറത്തുമാണെങ്കിൽ എന്താ സംഭവിക്കുക അത് നമുക്ക് നോക്കാം. ഇപ്പോൾ അടുത്ത ടോപ്പിക്കാണ്, ഇഫ് വൺ വേർട്ടെക്സ് ഇസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഒരു വേർട്ടെക്സ് സർക്കിളിൻ്റെ പുറത്താണെങ്കിൽ എന്താണ് നോക്കുക. ഇപ്പോൾ കൺസിഡർ ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. ഇപ്പോൾ എ ബി സി ഡി എന്നുള്ള ക്വാഡ്രിലാറ്ററൽ നോക്കുകയാണെങ്കിൽ എ ബി സി എന്ന് പറഞ്ഞ സർക്കിളിലുള്ള പോയിൻ്റാണ്, ഡി എന്ന് പറഞ്ഞ പോയിൻ്റ് സർക്കിളിൽ ഔട്ട്സൈഡാണ് അല്ലേ. അപ്പോൾ ജോയിൻ ചെയ്യുക, എയും ഇയും കൂടിയും ജോയിൻ ചെയ്യുക. അപ്പോൾ ആ ക്വാഡ്രിലാറ്ററലിൻ്റെ പേരെന്തായിരിക്കും, എ ബി സി ഇ. ഇപ്പോൾ എ ബി സി ഇ എന്താണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. കാരണം എല്ലാ പോയിൻറ്സും എന്താ, സർക്കിളിലുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്, സമ്മ് 180 ഡിഗ്രി ആണ്. ഇപ്പോൾ ഈ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഇ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഈ 2 സൈഡിലും വരുന്നുണ്ട്. സോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇ എ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണ്. ഇക്വേഷൻ നമ്പർ 1. കൺസിഡർ ദ ട്രയാങ്കിൾ എ ഇ ഡി. ഇപ്പോൾ എ ഇ ഡി എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആംഗിൾ സി ഇ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക, നമ്മൾ പറഞ്ഞു ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞത് എന്തായിരിക്കും, ഇന്നർ ആംഗിളിൻ്റെ സമ്മാണ്. സോ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഡി എ ഇ, ഇതാണ് സി ഇ എ അല്ലേ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ആംഗിൾ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആംഗിൾ ഡി തന്നെ എങ്ങനെ കണ്ടുപിടിക്കുക, ആംഗിൾ സി ഇ എ മൈനസ് ആംഗിൾ ഡി എ ഇ. അതായത് സി എ ഇ എന്ന് കുറച്ചാൽ എന്ത് കിട്ടും, കുറച്ചിട്ട് എന്തുമായിട്ടാണ് കുറയ്ക്കേണ്ടത്, ആംഗിൾ ഡി എ ഇയൂടെയും മൈനസ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആംഗിൾ ഡി കിട്ടുക. അപ്പം മൈനസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുക, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പറയാം ആംഗിൾ ഡി എന്ന് പറഞ്ഞത് ആംഗിൾ സി ഇ എനേക്കാളും കുറവാണ്. കൺസിഡർ ദാറ്റ് ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ ഈ 2 ഇക്വേഷനിൽ നിന്നും നമുക്ക് പറയാം ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഇസ് ലെസ് ദാൻ 180 ഡിഗ്രി. ആംഗിൾ ബിയും ആംഗിൾ ഡിയും എന്ന് പറഞ്ഞത് രണ്ടും കൂടിയും കൂട്ടുമ്പോൾ എന്തായിരിക്കും, കൂട്ടുമ്പോൾ 180 ഡിഗ്രിനേക്കാളും കുറവായിരിക്കും. ദാറ്റ് ഈസ് സം ഓഫ് ദി ആംഗിൾ ഡി ആൻഡ് ഇസ് ഓപ്പോസിറ്റ് ആംഗിൾ ഇസ് ലെസ് ദാൻ 180 ഡിഗ്രി. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പോയിന്റ് സർക്കിളിന് പുറത്താണെങ്കിൽ എന്തായിരിക്കും, 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ട പോയിൻ്റാണ്. സോ അത് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. ദ സം ഓഫ് ദി ആംഗിൾസ്, സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് വിച്ച് one vertex is outside, then
the sum is less than 180 degree. അതായത് ആംഗിൾ ഡിയും ആംഗിൾ ബിൻ്റെയും സമ്മ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും 180 ഡിഗ്രീനേക്കാളും കുറവായിരിക്കും. ഇനി നമുക്ക് നോക്കാം ഒരു പോയിന്റ് സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിലോ. ഇപ്പോൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എയും ബിയും സിയും സർക്കിളിലുള്ള പോയിൻ്റാണ്, ഡി എന്ന് പറഞ്ഞാൽ സർക്കിളിലെ ഉള്ളിലുള്ള പോയിന്റ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കുക. അപ്പോൾ ഫ്രം ദ ഫിഗർ നമുക്ക് പറയാം ഓപ്പോസിറ്റ് ആംഗിൾ ഇ ബി പ്ലസ് ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എ ബി സി എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. സോ കൺസിഡർ ദ ട്രയാങ്കിൾ സി ഡി ഇ. സി ഡി കണ്ടുപിടിക്കുക. സി ഡി എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് ആംഗിൾ എ ഡി സി കണ്ടുപിടിക്കുക. ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ ഇ പ്ലസ് ആംഗിൾ ഡി സി ഇ അല്ലേ. ഇപ്പോൾ ഇവിടെ ആംഗിൾ ഡി എന്ന് പറഞ്ഞത് ഇതെങ്ങനെ ആംഗിൾ എ ഡി സി എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞ ഉള്ളിലുള്ള പോയിന്റാണ്. അപ്പോൾ ഇത് ഇനെക്കാട്ടിലും ഇയിൽ നിന്ന് എന്ത് കൂട്ടിയതാ, ഡി സി എന്ന് പറഞ്ഞ ആംഗിൾ കൂട്ടിയതാ. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് പറയാം ആംഗിൾ ഡി ഇസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഇ. ആംഗിൾ ഡി എന്ന് പറയുന്നത് ആംഗിൾ ഇനെക്കാട്ടിലും കൂടുതലാണ്. ഇ പ്ലസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എബവ് ഇക്വേഷൻ നോക്കിയിട്ട് വേണം സെക്കൻഡ് ഇക്വേഷൻ എഴുതാം കേട്ടോ. അപ്പോൾ ആംഗിൾ ഇ എന്ന് പറയുന്നത് ആംഗിൾ ഡി എന്ന് പറയുന്നത് ആംഗിൾ ഇ പ്ലസ് സംതിങ് ആണ്. പിൻ്റെ കൂടെ എന്തോ കൂട്ടിയതാണ്. അപ്പോൾ നമുക്ക് പറയാം ആംഗിൾ ഡി എന്ന് പറയുന്നത് ഇനെക്കാട്ടിലും വലുതാണ്. ഇക്വേഷൻ നമ്പർ 2. From both 1 and 2, we can say that angle D plus angle B is greater than 180 degree. എങ്കിൽ നമുക്ക് പറയാം ആംഗിൾ ബിയും ആംഗിൾ ഡിയും 180നേക്കാട്ടിലും കൂടുതലാണ്. That is sum of angle D and its opposite angle is greater than 180 degree. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ പോയിൻറ്റ്സും സർക്കിളിലാണെങ്കിൽ നമുക്ക് പറയുന്ന പേരാണ്, ആ ക്വാഡ്രിലാറ്ററലിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ. അതേപോലെ തന്നെ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു പോയിന്റ് പുറത്താണെങ്കിൽ നമുക്ക് പറയാം സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾ ഇസ് ലെസ് ദാൻ 180 ഡിഗ്രി. ഒരു പോയിന്റ് ഉള്ളിലാണെങ്കിൽ ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു പോയിന്റ് ഉള്ളിലാണെങ്കിൽ നമുക്ക് പറയാം സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി. സോ ഈ 3 പോയിന്റും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. If one vertex of a quadrilateral is outside the circle drawn through other vertex, അതന്നെയാ സെയിം കാര്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. If one vertex of a quadrilateral is outside the circle drawn through other 3 vertices, then sum of the angle at this vertex and the opposite vertex is less than 180 degree. If it is inside the circle, the sum is more than 180 degree. അതന്നെയാ ഒരു വേർട്ടെക്സ് ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു വേർട്ടെക്സ് സർക്കിളിൻ്റെ പുറത്താണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180നേക്കാളും കുറവായിരിക്കും. ഒരു പോയിന്റ് ഒരു വേർട്ടെക്സ് സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഇൻ ദ പിക്ചർ ആൻഡ് ഓൾസോ ആംഗിൾസ് ബിറ്റ്വീൻ ദെയർ ഡയഗ്രാം. ഇപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. ഇതേപോലെ തന്നെ ആംഗിൾ ബിറ്റ്വീൻ ദെയർ ഡയഗ്രാംസ് തമ്മിലുണ്ടാവുന്ന ആംഗിൾസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദി ആംഗിൾ മെയ്ഡ് ബൈ എ കോഡ് ഇൻ എ സർക്കിൾ ഓൺ ഇറ്റ് സൈഡ്സ് ആർ ഈക്വൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, ഒരു കോഡ് ഉണ്ടാകുന്ന ആംഗിൾ ഒരേ സൈഡിലാണെങ്കിൽ അത് തമ്മിൽ എന്തായിരിക്കും, തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാണ് എ ഡി എന്നുള്ള ആർക്ക് കൺസിഡർ ചെയ്യുക. ഒരു ചെറിയൊരു ആർക്കാണ് എ ഡി അല്ലേ, മൈനർ ആർക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മൈനർ ആർക്കാണ് എ ഡി. ഇപ്പം എ ഡി ഉണ്ടാക്കുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? എ ഡിക്ക് ഓപ്പോസിറ്റായ ആംഗിൾസ് നോക്കുക. എ ഡിക്ക് ഓപ്പോസിറ്റായ ആംഗിൾസ് നമുക്ക് പറയാൻ പറ്റുന്ന ഏതാ? ആംഗിൾ എ ബി ഡി. പറഞ്ഞൂടെ, ആംഗിൾ എ ബി ഡി സീക്വൽ ടു ഇതെന്തിന് തുല്യമായിരിക്കും? ഇനി വേറെ വരുന്ന ഏതാ? ആംഗിൾ എ സി ഡി അല്ലേ. നമുക്ക് പറയാം എ ബി ഡി എന്ന് പറയുന്നതും എ സി ഡി എന്ന് പറയുന്നതും തുല്യമാണ്. കാരണം മൈനർ ആർക്ക് എ ഡി ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് ഇത് രണ്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ എ ബി ഡി തന്നെ ആയിരിക്കും 30 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ അടുത്ത ആർക്ക് നോക്കുക, സി ഡി ഉണ്ടാക്കുന്ന ആംഗിൾ ഏതൊക്കെയാണ്? സി ഡി മൈനർ ആർക്ക് വരുന്ന ആംഗിൾസ്, അതായത് ഓപ്പോസിറ്റായ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ സി എ ഡി സീക്വൽ ടു ആംഗിൾ സി ബി ഡി. ആംഗിൾ സി എ ഡിക്കും ആംഗിൾ സി ബി ഡിയും തുല്യമായിരിക്കും 45 ഡിഗ്രി.
ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ബിയിലുണ്ടാവുന്ന രണ്ട് ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. അതായത് എ ബി ഡി നിങ്ങൾക്കറിയാം 30 ഡിഗ്രിയാണ്, സി ബി ഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 45 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എത്രയായിരിക്കും? 30 + 45, 30 + 45 75. നിങ്ങൾ എന്താണോ കണ്ടുപിടിച്ചത് അതൊക്കെ ഫിഗറിൽ മാർക്ക് ചെയ്തോളൂ കേട്ടോ. സിൻസ് എ ബി സി ഡി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ, എ ബി സി ഡി എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സമ്മ് 180 ഡിഗ്രി. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇപ്പം ആംഗിൾ ബി അറിയാം 75 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി കണ്ടുപിടിച്ചൂടെ? ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 180 മൈനസ് 75. 180 75 കുറയ്ക്കുക. 180 75 കുറയ്ക്കുമ്പോൾ 105. നിങ്ങൾക്ക് ഒരു ആംഗിൾ, അതായത് എ ബി ഡി ബി മാത്രമേ അറിയാത്തുള്ളൂ. പക്ഷെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, സി ഡി ബി തന്നിട്ടുണ്ട്. എത്രയാ? 50 ആണ്. അങ്ങനെയാണെങ്കിൽ എ ഡി ബി എങ്ങനെ കണ്ടുപിടിക്കുക? 105 മൈനസ് 50. 105 എന്ന് 50 കുറയ്ക്കുക. അപ്പോൾ കിട്ടും 55 ഡിഗ്രി. ഇനി ഡി പി, ഇത് സെൻട്രൽ പോയിന്റ് പി ആണ് കേട്ടോ. ഇപ്പോൾ രണ്ട് ഡയഗണൽ കൂടിയും കൂട്ടുമുട്ടുന്ന പോയിന്റാണ് പി. ഇപ്പോൾ ഇവിടെ നോക്കുക, ഡി പി സി ഇങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ രണ്ട് ആംഗിൾ, ഒരു ആംഗിൾ 50 ആണ്, ഒരു ആംഗിൾ 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഡി പി സി ഇങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ട്രയാങ്കിൾ ആണ്. കൺസിഡർ ദ ട്രയാങ്കിൾ ഡി പി സി. യു നോ ദാറ്റ് ദ സം ഓഫ് ദി ആംഗിൾസ് ഇസ് 180 ഡിഗ്രി അല്ലേ. ഇപ്പോൾ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? 180 മൈനസ് 50 + 30, 180 മൈനസ് 80. 180 80 കുറയ്ക്കുമ്പോൾ 100. ഡി പി സി കിട്ടും. ഡി പി എയോ, പി ആംഗിൾ 80 ഡിഗ്രി ആണെങ്കിൽ 100 ഡിഗ്രി ആണെങ്കിൽ ഡി പി എ എത്രയായിരിക്കും? 180 മൈനസ് 100. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീനിയർ പെയർ അല്ലേ. ലീനിയർ പെയറിൻ്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആണ്. സോ ലീനിയർ പെയർ ഡി പി എ ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി. അതേപോലെ തന്നെ സി പി ബി താഴ്ത്തിക്ക് കണ്ടുപിടിക്കുക. സി പി ബി, ഈ ആംഗിൾ അറിയാം, എ സി ഡി നിങ്ങൾക്കറിയാം, എ സി ബി അറിയാം. അപ്പം അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക? സി പി ബി കണ്ടുപിടിക്കുക. സി പി ബി എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ് കിട്ടുക. അതേപോലെ എ പി ബി എന്തായിരിക്കും കിട്ടുക? 100 ഡിഗ്രി. സെയിം കൺസെപ്റ്റ്, ലീനിയർ പെയർ താഴത്തേക്കും മേലേക്കൊക്കെ നോക്കുക, സെയിം കൺസെപ്റ്റ് യൂസ് ചെയ്യുക. ഇനി കണ്ടുപിടിക്കേണ്ടത് ബി എ പി. ഈ ആംഗിൾ നമുക്കറിയില്ല, ബി എ പി അറിയില്ല. അപ്പോൾ ബി എ പി അറിയില്ലെങ്കിൽ എന്താ ചെയ്യുക? പി സെൻട്രൽ ആംഗിൾ അറിയാം 100 ആണ്. ഈ താഴത്തെ ആംഗിൾ നിങ്ങൾക്ക് അറിയാം, അതായത് എ ബി ഡി നിങ്ങൾക്കറിയാം 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ബി എ പി എങ്ങനെ കണ്ടുപിടിക്കുക? 180 മൈനസ് 30 + 100, 180 മൈനസ് 130, ദാറ്റ് ഈസ് 50 ഡിഗ്രി. അപ്പോൾ ആംഗിൾ കിട്ടി. ഇനി അതേപോലെ ബി സി പി കണ്ടുപിടിക്കണം. പി ആംഗിൾ 45 ഡിഗ്രിയാണ്. ഇവിടെ നിങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ 80 ആണ്, അതായത് സി പി ബി 80 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി സി പി ഇസ് ഈക്വൽ ടു 180 മൈനസ് 45 + 80, 180 മൈനസ് 125, ദാറ്റ് ഈസ് 55 ഡിഗ്രി. ഇപ്പം എല്ലാ ആംഗിൾസും കിട്ടി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എന്ന് പറയുന്നത് ടോട്ടൽ 95, ആംഗിൾ ബി 75, ആംഗിൾ സി 85, ആംഗിൾ ഡി 105. നിങ്ങൾക്ക് ഒരു ഫിഗർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫിഗറിൽ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഈസിലി വേറെ ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫിഗറിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ ആംഗിൾസ് കണ്ടുപിടിച്ചു, ഇനി ഏതാ കണ്ടുപിടിക്കാനുള്ളത് എന്നൊക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, prove that any outer angle of a cyclic quadrilateral is equal to inner angle at the opposite vertex. എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേർട്ടെക്സിൻ്റെ ഇന്നർ ആംഗിളിന് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എ ബി സി ഡി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഇവിടെ ഔട്ടർ ആംഗിൾ ഏതാ? ബി പി സി. ബി പി സി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഡി സി ആണെന്ന് പ്രൂവ് ചെയ്യണം. ബി പി സി എന്ന് പറഞ്ഞത് എ ഡി സിക്ക് തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആംഗിൾ ഡി എന്ന് പറഞ്ഞത് എക്സ് ഡിഗ്രിയാണ്. അപ്പം എക്സ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എ ബി സി ഡി സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ബി സി എത്രയായിരിക്കും? 180 മൈനസ് എക്സ് അല്ലേ. സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇസ് 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾ തന്നിട്ടുണ്ട് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി സി എന്ന് പറയുന്നത് 180 മൈനസ് എക്സ്. ഇപ്പോൾ 180 മൈനസ് എക്സ് എ ബി സി ആണെങ്കിൽ ആംഗിൾ പി ബി സി എത്രയായിരിക്കും? ലീനിയർ പെയർ 180 മൈനസ് ആംഗിൾ എ ബി സി.
180 മൈനസ് 180 മൈനസ് എക്സ്. 180 180 കുറയ്ക്കുമ്പോൾ 0, മൈനസും മൈനസും വന്നിട്ടുണ്ടെങ്കിൽ പ്ലസ്, സോ എക്സ്. ഇപ്പോൾ പി ബി സി എക്സ് കിട്ടില്ല, എ ഡി സി എക്സ് ആണ്, ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി ബി സി എക്സ് കിട്ടി. സോ hence proved any outer angle of the cyclic quadrilateral is equal to inner angle at the opposite vertex. Third question, prove that a parallelogram which is not a rectangle is not a cyclic. ഇത് റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലോഗ്രാം സൈക്ലിക് അല്ലെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട് എ ബി സി ഡി. ഇപ്പം ഇത് റെക്റ്റാങ്കിൾ ആണോ? അല്ല, ഇതൊരു പാരലോഗ്രാം ആണ്, റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലോഗ്രാം. സോ എ ബി സി ഡി ഇസ് എ നോൺ റെക്റ്റാങ്കുലർ പാരലോഗ്രാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ആംഗിൾ എ is equal to angle C എന്ന് പറയാൻ പറ്റുമോ? റെക്റ്റാങ്കിൾ അല്ല, 90 ഡിഗ്രി അല്ല. സോ വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ സി. സെയിം ആസ് ആംഗിൾ ബി നോട്ട് ഈക്വൽ ടു ആംഗിൾ ഡി. ഇതേപോലെ തന്നെ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ല, റെക്റ്റാങ്കിൾ അല്ല. സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഓൾസോ നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി. Hence proved ABCD is cyclic quadrilateral, not a cyclic quadrilateral. സൈക്ലിക് അല്ലെന്ന് പ്രൂവ് ചെയ്യണം. സൈക്ലിക് അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് സമം 180 ഡിഗ്രി അല്ലെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് എയും സിയും, അത് 180 ഡിഗ്രി അല്ല, കാരണം എയും സിയും 90 അല്ലല്ലോ. സോ വി ക്യാൻ സീ ദാറ്റ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് not equal to 180 degree, as well as angle B plus angle D is not equal to 180 degree. അതുകൊണ്ട് നമുക്ക് പറയാം ABCD എന്തല്ല? സൈക്ലിക് അല്ല. Fourth question, prove that any non-isosceles trapezium is not cyclic. ഐസോസ്ലെസ് ട്രപ്പീസിയം അല്ലാത്തതോ ഒന്നും സൈക്ലിക് അല്ലെന്ന് പ്രൂവ് ചെയ്യണം. എന്താ ഐസോസ്ലെസ്? ഐസോസ്ലെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡ്സ് തുല്യമായിരിക്കണം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യും എ ബി സി ഡി ഒരു എന്താ? ട്രപ്പീസിയാണ് അല്ലേ? എ ബി സി ഡി ട്രപ്പീസി ആണെങ്കിൽ നമുക്കറിയാം ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. എന്തുകൊണ്ടാണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസും കോ എക്സ്റ്റീരിയർ ആംഗിൾസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താ? കോ ഇൻറ്റീരിയർ ആംഗിൾ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് 180 ഡിഗ്രി. Angle B is equal to angle A is equal to angle B only when ABCD is isosceles. ABCD isosceles trapezium ആണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണെന്ന്, അതേപോലെ ബിയും സിയും കൂട്ടിയ 180 ഡിഗ്രി ആണെന്ന് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ? ട്രപ്പീസിയം ഐസോസ്ലെസ് ആണെങ്കിൽ. സിൻസ് എ ബി സി ഡി ഇസ് നോട്ട് എ ഐസോസ്ലെസ് ട്രപ്പീസിയം, അതുകൊണ്ട് നമുക്ക് പറയാം എ ബി സി ഡി എന്തല്ല? നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം ആയതുകൊണ്ട് ഈ കേസ് ഒന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് ഇതെന്തല്ല? സൈക്ലിക് അല്ല. ക്ലിയറായി? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, in the picture, bisectors of adjacent angles of quadrilateral ABCD intersect at PQRS. Adjacent side quadrilateral ABCD adjacent side angles in the bisector എന്തിൽ intersect ചെയ്യുന്നുണ്ട്? PQRS. പ്രൂവ് ചെയ്യുക PQRS ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ നോക്കുക, കൺസിഡർ ദ ഫ്രീ ട്രാങ്കിൾ എ എസ് ടി. എ എസ് ടി എന്ന് പറയുന്ന ട്രാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ എ എസ് ടി എന്നുള്ള ട്രാങ്കിൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് ആംഗിൾ എ എസ് ടി ആണ്. ഇപ്പോൾ എ എസ് ടി എങ്ങനെ കണ്ടുപിടിക്കുക? 180 മൈനസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ബൈ 2 അല്ലേ? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ബൈ 2. ഇനി ഫുള്ള് നമുക്ക് എ ബൈ 2 പ്ലസ് ഡി ബൈ 2 എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ പകുതി, കാരണം എ ഫുള്ളായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ചെറിയൊരു ഭാഗം മാത്രമേ എ എസ് ഡി എന്നുള്ള ട്രാങ്കിൾ വരുന്നുള്ളൂ. സോ ആംഗിൾ എ എസ് ഡി ഇസ് ഈക്വൽ ടു 180 മൈനസ് എ ബൈ 2 പ്ലസ് ഡി ബൈ 2. ഇതിൻ്റെ ഓപ്പോസിറ്റായ ആംഗിളാണ് ഏതാ? ആർ എസ് പി. അപ്പോൾ ആർ എസ് പി നമുക്ക് പറയാം സെയിം ആസ് 180 മൈനസ് എ ബൈ 2 പ്ലസ് ഡി ബൈ 2. ഓപ്പോസിറ്റ് ആംഗിൾസ് തുല്യമാണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് ഏത് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ടാണ് AST എന്നുള്ള ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിട്ട് RSTയും അതേപോലെ ASTയും കണ്ടുപിടിച്ചു. സെക്കൻഡ് ട്രയാങ്കിൾ BQC എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BQC എത്രയായിരിക്കും? 180 മൈനസ് B/2 പ്ലസ് C/2. അതന്നെയല്ലേ ഉള്ളിലുള്ള ആംഗിളും വരിക. ഏതാ ഉള്ളിലുള്ള ആംഗിൾ? PQR. ഓപ്പോസിറ്റായ ആംഗിൾ PQR. സോ ക്വാഡ്രിലാറ്ററൽ PQRSൽ നമ്മൾ രണ്ട് ആംഗിൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആംഗിൾ എസും ആംഗിൾ ക്യൂവും. അത് രണ്ടും കൂടിയും കൂട്ടിയാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ അത് രണ്ടും പ്രൂവ് ചെയ്താൽ മതി. നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ 180 ഡിഗ്രി ഇവിടെ കിട്ടുന്നുണ്ട് പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാം ആംഗിൾ PQRS എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നാണ് പ്രൂവ് ചെയ്യാം. അപ്പോൾ ആംഗിൾ എസും ആംഗിൾ ക്യൂ കൂടി ആഡ് ചെയ്യാം. ആംഗിൾ എസ് എന്ന് പറയുന്നത് 180 മൈനസ് A/2 പ്ലസ് D/2 ആണ്. ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് 180 മൈനസ് B/2 പ്ലസ് C/2 ആണ്. 180യും 180 ആഡ് ചെയ്യുമ്പോൾ 360 മൈനസ് A പ്ലസ് ഇതെല്ലാം കൂടി ഉണ്ട് A/2 പ്ലസ് D/2 പ്ലസ് B/2 പ്ലസ് C/2. അപ്പോൾ എഴുതി A പ്ലസ് B പ്ലസ് C പ്ലസ് D ഡിവൈഡ് ബൈ 2. ഇനി എയും നോക്കുക, A പ്ലസ് B പ്ലസ് C പ്ലസ് D. ക്വാഡ്രിലാറ്ററലിൻ്റെ എൻഡാണ് ABCD. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ എത്രയാ? 360 ഡിഗ്രി. സോ 360 മൈനസ് 360/2. 360ൻ്റെ പകുതി 180. 360 180 കുറയ്ക്കുമ്പോൾ 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണെന്ന് കിട്ടി. Hence, we can say that quadrilateral PQRS is a cyclic quadrilateral since the opposite angles, some of the opposite angles are supplementary. Opposite angles sum 180 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് പറയാം PQRS എന്ന് പറഞ്ഞത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you.